90s മധ്യത്തിലുള്ള അമ്മേനെയും 90s എൻഡിങ്ങുള്ള എന്നെയും പിടിച്ചൊരു യാത്രയ്ക്ക് വിട്ടാൽ എങ്ങനെ ഇരിക്കും? അതെ ഇങ്ങനെ ഇരിക്കും. സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടില്ല. അവസാനം നമ്മൾ ആ താത്തേനെ പിടിച്ച് ചവിട്ടി പുറത്താക്കി. അങ്ങനെ വിൻഡോ സീറ്റ് കിട്ടി നമ്മൾ സ്മൂത്ത് ആയിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്തപ്പോൾ പെട്ടെന്ന് ബസ്സിനൊരു ചാഞ്ചാട്ടം. എന്റെ അമ്മയെ ബസ്സിനും ഉണ്ടോ അൽഷേമസ് ഒക്കെ. പോക്കറ്റ് റോഡിലേക്ക് കണ്ടപ്പോൾ ഞാനൊക്കെ പേടിച്ചു. എന്റെ ദൈവം ബസ് അങ്ങനെ ഹൈജാക്ക് ചെയ്തു. പിന്നെ വണ്ടി നേരെ യൂട്ടേൺ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി വണ്ടി നേരെ കറക്റ്റ് പൊസിഷനിലേക്ക്. എന്നാലും ചേട്ടാ ഇത് ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പെട്രോൾ പൈസ ലാഭിക്കായിരുന്നല്ലോ. അങ്ങനെ ഒരു നമ്മൾ ഈ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ MC മാൾ പേരുമാണെന്നല്ലോ 5-6 ഷോപ്പ് അതിനകത്തുള്ളൂ. ബാക്കി എവിടെ നിന്ന് വർക്കിംഗ് അല്ല. നമ്മൾ സ്റ്റാൻഡിലെത്തിയപ്പോഴേക്ക് ആ നീല വണ്ടി കണ്ടോ? അത് കഴിഞ്ഞ് ഈ രണ്ടാമത്തെ വണ്ടിയിലേക്കാണ് പോകാനുള്ളത്. അതുകൊണ്ട് തന്നെ ചാടി കയറി ഞാൻ ഇറങ്ങി അപ്പത്തേക്കും വണ്ടി പോയി. എന്റെ മിസ്റ്റേക്ക് അല്ല, കൂടുതലുള്ളവരുടെ മിസ്റ്റേക്കാണ്. ഞാൻ പറഞ്ഞില്ലേ 90s. അങ്ങനെ ഒരാൾ വരാനുള്ളതുകൊണ്ട് ഞങ്ങൾ വീണ്ടും കാത്തിരുന്നപ്പോൾ അടുത്ത ബസ്സും പോയി. ആള് വരാൻ ഇനിയും വൈകുന്നുണ്ട്. അമ്മയുടെ ഫ്രണ്ടിനെയും കൂട്ടി ATM കാർഡിനെ സന്ദർശിക്കാൻ പോയിട്ട് വല്ല പൈസയും കിട്ടുമെന്ന് പ്രതീക്ഷയാണ്. എനിക്ക് ഫിനാൻഷ്യലി അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും കട്ട പോസ്റ്റ് ആയപ്പോൾ ഞാൻ അവിടെ എന്റെ ഫ്രണ്ടിനെ വെച്ച് കണ്ടുപിടി. പിന്നെ ഞാനും ഫ്രണ്ടും കൂടെ ഷോപ്പിൽ പോയിട്ട് കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ വാങ്ങി. അപ്പോഴത്തേക്കും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരത്തെ വണ്ടി കയറി വണ്ടി ഏതാവനാണ് ആ റോഡിന്റെ നടുവിൽ ബ്രസീൽ കൊടി കൊണ്ട് നട്ടുവെച്ചിരിക്കുന്ന ഏതോ ലോകകപ്പിൽ സംഭവിച്ചതായിരിക്കണം. വാട്ടവർ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പൂർക്കടവ് പാലവും ബസ് സ്റ്റാൻഡും ട്രാഫിക് ബ്ലോക്കും മരവും ചെടിയും ഒക്കെ നമ്മൾ പെട്ടെന്ന് ക്രോസ് ചെയ്ത് കോഴിക്കോട് സ്റ്റാൻഡെത്തി. ഈ ഉറുമ്പ് നടക്കുന്ന പോലെയല്ലേ, അത് തികച്ചും യാദൃശ്ചികം മാത്രമാണ്. അങ്ങനെ നമ്മൾ ഒരുവിധം വിശന്നിരുന്ന് അവസാനം ഷോപ്പിൽ കയറിയപ്പോഴേ അമ്മയുടെ ഫ്രണ്ട്സിന്റെ കിളിയൊക്കെ പാറിപ്പോയെങ്കിൽ ഈ കളക്ഷൻസ് കണ്ടപ്പോഴാണ് പോയ കിളിയൊക്കെ എന്റെ തിരിച്ചു വന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് കൈപ്പുള്ളേ തൂങ്കാതിടാന്ന് പറഞ്ഞിട്ട് കളക്ഷൻസും സാരീസും സെറ്റ് സാരിയും ഡ്രസ്സും ടോപ്പും മീഡിയം ഡ്രസ്സും അങ്ങനെ ഒന്നും വിട്ടില്ല. എല്ലാം നല്ല വാരി വിതറി എടുത്തോണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ഒരേപോലെ വിലക്കുറവല്ലായിരുന്നു. അവിടെ ഇവിടെ അനുസരിച്ച് നമ്മളത് നോക്കിയെടുത്തിട്ട് ഇനി 18-ാം പടിയല്ല അതിന്റെ ഇരട്ടിപ്പടി ഇറങ്ങിയിട്ട് നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോയും പിടിച്ച് രാശിപ്പലയിലെ കബഡി പോലെ ഒരുവിധം തിരിഞ്ഞും മറിഞ്ഞും ട്രാഫിക് ബ്ലോക്കിൽ പെട്ടും പെടാതെയും ഒരുവിധം നമ്മളിത് അടുത്ത ലൊക്കേഷനിലെത്തിയപ്പോൾ അടുത്തുള്ള കോളേജൊക്കെ വിട്ട പോലെ വരിയായിട്ട് നിരനിരയായിട്ട് അവരെത്തി. അപ്പൊ നമുക്ക് കാര്യപരിപാടി കിടക്കാമല്ലോ. പെൺകുട്ടികളെ പ്രധാന വികാരമല്ലേ ഡ്രസ്സ്. അപ്പൊ ഞാൻ എനിക്കല്ല ഡ്രസ്സ് തപ്പിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എനിക്ക് വേണ്ടി ഡ്രസ്സ് കണ്ടെത്തിന്ന്. അമ്മയ്ക്ക് എന്താണെന്നല്ല ബ്ലാക്കിനോട് ഒരു പ്രത്യേകമായ പുതുതായിട്ട് എടുത്തതും ഇപ്പൊ എടുത്തതും അമ്മയുടെ സെലക്ഷൻ രണ്ടും ബ്ലാക്കാ. എന്തോ ഒരു കോയിൻസിഡൻസ് അല്ലേ. അപ്പൊ നമ്മളിത് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച ശേഷം അടുത്ത ലൊക്കേഷൻ, അതായത് അമ്മയ്ക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയുള്ള കമ്മല് നോക്കി ഒരു ഡ്രസ്സ് കടയിലാണ് കയറിയെങ്കിലും വിദേശത്തിലെ ഒരുപാട് മുഖങ്ങളും നാണയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആ ഗാന്ധിജീനെ മാത്രമേ അറിയുള്ളൂ. അതിനുശേഷം വലിയ ഷോപ്പുകളും ചെറിയ ഷോപ്പും ഒന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ വിശ്വാസം ഇല്ലാത്തതുണ്ടോ ഈ ഒളിക്കണ്ണ്? എന്നാലും കുഴപ്പമില്ല. വിശപ്പിന്റെ വിളി അതിതീവ്രമായപ്പോ കൈക്കും ഷോപ്പിങ്ങിനും റെസ്റ്റ് കൊടുത്തോണ്ട് അമ്മ ഒരു സദ്യയും ഞാൻ ഒരു നോൺ വെജ് കിട്ടാത്തതുകൊണ്ട് വെജ് ബിരിയാണി ഓർഡർ ചെയ്തു. ഒരു പെൺകുട്ടി ആയതിന്റെ ഗുണം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വാങ്ങിക്കൂട്ടാൻ എന്തൊക്കെ ഐറ്റംസാ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ചെരുപ്പുകൾ വാങ്ങിക്കുന്നു, ഡ്രസ് ഐറ്റംസ്, പിന്നെ അതുപോലെ വീട്ടിലുള്ള കിച്ചൺ ഐറ്റംസ് തിങ്സും, പിന്നെ വലിയ കടകള്, റോഡിലെ പെട്ടിക്കടകള്, ഇതുപോലെ കുടയിൽ കീഴിലുള്ള കടകള് ഒന്നും വിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞൊരു തീറ്റ നമസ്കാരം പാസാക്കി ഇനി വീണ്ടും പഴയ ലൈഫിലേക്ക്. അപ്പൊ ഇന്നത്തെ എടുത്തുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.